ആകപ്പാടെ കണ്ണ് ചിമ്മാതെ ക്യാമറകൾ ഒപ്പിയെടുത്തു. കല്ലും കുപ്പിയും ട്യൂബ്ലൈറ്റും മുതൽ പെട്രോൾ ബോംബ് വരെ ആയുധമാക്കി പോലീസിനെ നേരിട്ടവരുടെ ഓരോ ചുവടും പക്ഷേ മുകളിൽ രേഖയായിക്കൊണ്ടിരുന്നു. ചില സാമ്പിളുകൾ കാണാം. കൊണ്ടും കൊടുത്തും സമരക്കാർ മുന്നേറുമ്പോൾ BJT ഹാളിന് മുന്നിൽ നടുറോഡിൽ പെട്ടെന്നൊരു സംഘം പെട്ടികളിൽ നിറച്ച സോഡ കുപ്പികളെത്തി. നിമിഷ നേരം കൊണ്ടുണ്ടായത് പെട്രോൾ ബോംബുകളാണ്. തൊട്ടു പിന്നാലെ മറ്റൊരു കാഴ്ച. അതുവരെ മുഖം മറച്ച് എറിഞ്ഞയാൾ പക്ഷേ പെട്രോൾ ബോംബ് എറിഞ്ഞ് മടങ്ങുമ്പോൾ ക്യാമറയിൽ കുടുങ്ങിയത് ഇങ്ങനെ. മദ്യക്കുപ്പികളുമായി പോലീസിനെ നേരിടാൻ തയ്യാറെടുത്ത മറ്റൊരു പ്രതിഷേധക്കാരൻ. പട്ടം താണുപിള്ളയുടെ പ്രതിമയുടെ മറവിൽ നിന്ന് പോലീസിനെ ഉന്നം പിടിക്കുന്നവർ. ഒരു റൗണ്ട് എയറിന്റെ ക്ഷീണമകറ്റി അടുത്തതിനായി യൂണിവേഴ്സിറ്റി കോളേജ് മതിൽക്കെട്ടിനുള്ളിൽ തയ്യാറെടുക്കുന്നവർ. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിറങ്ങി സമരക്കാരുടെയും പോലീസിന്റെയും ഇടയിൽ പെട്ടുപോയ ഒരു സാധാരണക്കാരൻ പൗരൻ നേരിട്ട ദുരന്തം. ഇതിനെല്ലാം ഇടെ പോലീസിനെ വെല്ലുവിളിച്ച് റോഡിൽ ചുവടുവെച്ചയാൾ. പക്ഷേ ബുധനാഴ്ച രാത്രി പിടിയിലായി. സംഭവ ദിവസം തന്നെ കസ്റ്റഡിയിലായവരിൽ നിന്ന് ക്യാമറ പിടികൂടിയ 20ഓളം പേരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തി. നേതാക്കളും ക്യാമറ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശുപാർശകൾ പോലും ഇതിന്റെ അടിസ്ഥാനത്തിലായെന്നും പോലീസ് പറയുന്നു. ക്യാമറയിൽ മുഖമില്ലാത്തവരെ എത്രയും വേഗം മോചിപ്പിക്കണം എന്നാണത്രേ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അനിൽ ഇമാനുവൽ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.